ഒന്നാമത്തെ ചോദ്യം, കൺസിഡർ ദ സെറ്റ്സ് എ ഈക്വൽ ടു സെറ്റ് -1 1, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 0 2 3. നമ്പർ 1, റൈറ്റ് എ ക്രോസ് ബി. എയും ബിയും തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അതായത് ഫസ്റ്റ് എലമെന്റ് എയിൽ നിന്നും സെക്കൻഡ് എലമെന്റ് ബിയിൽ നിന്നുമായിട്ട് വരുന്ന മുഴുവൻ ഓർഡേർഡ് പേഴ്സിന്റെയും സെറ്റ്. നമ്മൾ എയിലെ -1 എടുക്കുന്നു, അതിന്റെ കൂടെ 0 ചേർത്തുകൊണ്ട് ഒരു ഓർഡേർഡ് പെയർ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ -1 2 അടുത്ത ഓർഡേർഡ് പെയർ, അടുത്തത് -1 3, അങ്ങനെ -1 എടുത്തുകൊണ്ട് ബി എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും ചേർത്ത് ഓരോ ഓർഡേർഡ് പേഴ്സ് ഉണ്ടാക്കി. ഇനി വീണ്ടും അതുപോലെ തന്നെ എ എന്ന് പറയുന്ന സെറ്റിൽ 1 എടുക്കുന്നു, അതായത് 1 0 1 2 1 3. ഇങ്ങനെ നമുക്ക് ആകെ 6 ഓർഡേർഡ് പേഴ്സ് ഇവിടെ കിട്ടും. ഇതാണ് എ ക്രോസ് ബി. ക്വസ്റ്റ്യൻ നമ്പർ 2, റൈറ്റ് ദ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. എയിൽ നിന്നും ബിയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം. അതൊരു ഫോർമുലയാണ്, നമുക്കറിയാം 2n ഓഫ് എ ക്രോസ് ബി. അതായത് 2 നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി. എ ക്രോസ് ബിയിൽ ആകെ 6 എലമെന്റ്സ് ഉണ്ടെന്ന് നമുക്ക് കാണാം. ഓർഡേർഡ് പേഴ്സ് 6 എണ്ണം ഉണ്ടെന്ന് നമുക്ക് എ ക്രോസ് ബി നോക്കിയാൽ കാണാൻ പറ്റും. അതായത് 2 6, അതായത് 64 ആണ് ഇവിടെ ആൻസർ. മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഓഫ് ബി. ബി എന്ന് പറയുന്ന സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളും എഴുതാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് 3 എലമെന്റ്സ് ആണുള്ളത്, അത് 0 2 3 ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇതിന്റെ ആദ്യത്തെ സബ്സെറ്റ് നൾ സെറ്റ് ആണ് 5. വീണ്ടും ഒരെലമെന്റ് വീതമുള്ള സെറ്റുകൾ നമുക്ക് ഉണ്ടാക്കാം. സെറ്റ് 0, സെറ്റ് 2, സെറ്റ് 3, പിന്നെ 2 എലമെന്റ്സ് വീതമുള്ള സെറ്റുകൾ സെറ്റ് 0 2, സെറ്റ് 2 3, സെറ്റ് 0 3, പിന്നെ 3 എലമെന്റ് ഉള്ള സെറ്റ്, അതായത് സെറ്റ് 0 2 3. ഇങ്ങനെ ആകെ 8 സബ്സെറ്റുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാം. ബിക്കകത്ത് 3 എലമെന്റ്സ് ആയതുകൊണ്ട് സബ്സെറ്റുകളുടെ എണ്ണം 2 3 8 ആയിരിക്കും.